നിർധന കുടുംബങ്ങൾക്ക് സൗജന്യമായി ശൗചാലയങ്ങൾ നിർമ്മിച്ചു നൽകുന്ന പദ്ധതിയുമായി മാതാ അമൃതാനന്ദമയി മഠം. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ 72ാം ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായാണ് പദ്ധതി പ്രഖ്യാപിച്ചത്. കേരളം, തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിലായി 6000 നിർധന കുടുംബങ്ങൾക്കാണ് സൗജന്യമായി മാതാ അമൃതാനന്ദമയി മഠം ശൗചാലയങ്ങൾ നിർമ്മിച്ചു നൽകുക. മഠത്തിന്റെ അമലഭാരതം പദ്ധതിയുടെ ഭാഗമായാണ് ഈ ബൃഹത് സംരംഭം. ഇന്ത്യയിലുടനീളം വെളിയിട വിസർജന വിമുക്ത ഗ്രാമങ്ങൾ യാഥാർത്ഥ്യമാക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. മഠത്തിന്റെ ഗ്രാമീണ ശാക്തീകരണ പദ്ധതിയായ അമൃത സെർവിലൂടെ ഇതിനോടകം തന്നെ രാജ്യത്തെ നിരവധി ഗ്രാമങ്ങളിൽ ആയിരക്കണക്കിന് ശൗചാലയങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞു. ഈ മാസം 27-ന് കൊല്ലം അമൃതപുരിയിൽ നടക്കുന്ന അമ്മയുടെ ജന്മദിനാഘോഷ ചടങ്ങിൽ സാമൂഹ്യ സേവന പദ്ധതികളുടെ കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് മാതാ അമൃതാനന്ദമയി മഠം വൈസ് ചെയർമാൻ സ്വാമി അമൃതസ്വരൂപാനന്ദപുരി പറഞ്ഞു. അതൊരു 6000 ടോയ്ലറ്റുകൾ നിർമ്മിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അത് കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടക ഈ 3 സംസ്ഥാനങ്ങളിലായിട്ട് 6000 ടോയ്ലറ്റ് കൂടെ നമ്മൾ നിർമ്മിച്ചു കൊടുക്കാൻ അന്ന് പ്രഖ്യാപിക്കുകയാണ്. സ്ത്രീ ശാക്തീകരണവും സുരക്ഷയും ലക്ഷ്യമിട്ട് അവർക്ക് കെട്ടിട നിർമ്മാണത്തിൽ ആവശ്യമായ നൈപുണ്യ പരിശീലനവും മഠം നൽകി വരുന്നു. ഈ പ്രവർത്തനങ്ങളുടെ ഫലമായി നിരവധി ഗ്രാമങ്ങൾ വെളിയിട വിസർജന വിമുക്തമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിനു പുറമെ 2015-ൽ ഭാരത സർക്കാർ ആവിഷ്കരിച്ച സ്വച്ഛ് ഭാരത് അഭിയാൻ പദ്ധതിക്ക് ഗംഗാനദിയുടെ തീരങ്ങളിൽ ശൗചാലയങ്ങൾ നിർമ്മിക്കുന്നതിനായി അമ്മ 100 കോടി രൂപ സംഭാവന നൽകിയിരുന്നു. അമൃത ന്യൂസ്, കൊല്ലം.